السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن عائشة رضي الله عنها أنها قالت: جاء حبيب بن الحارث إلى رسول الله صلى الله عليه وسلم فقال: يا رسول الله إني رجل مقراف للذنوب. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മഹാനായ ഹബീബ് ബിനുൽ ഹാരിസ് എന്നവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. ഫഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നി റജുലുൻ, തീർച്ചയായും ഞാൻ ഒരാളാണ്, മിഖറാഫുൽ ലിദ്ദുനൂബി, ദോഷങ്ങളെ ധാരാളമായി ചെയ്യുന്ന, ദോഷങ്ങളുമായി ധാരാളമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. മിഖറാഫ് എന്ന് പറഞ്ഞ മിഫഅൽ വസ്നാണ്, മുബാലഗത്തിന്റെ വസ്നാണ്. ധാരാളമായി ദോഷം ചെയ്യുന്ന ആളാണ്, ഒരുപാട് ദോഷം ചെയ്യുന്ന ആളാണ്. ഖാല, അപ്പൊ തങ്ങൾ പറഞ്ഞു: ഫതുബ് ഇലല്ലാഹി യാ ഹബീബു, ഓ ഹബീബെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ. എന്ത് ദോഷം ചെയ്താലും തൗബ ചെയ്യൂ നിങ്ങൾ അല്ലാഹുവിലേക്ക്. അപ്പൊ ഖാല, മഹാനവർകൾ പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നി അത്തൂബു സുമ്മ അഊദു, ഞാൻ തൗബ ചെയ്യും, പിന്നെയും ആ ദോഷത്തിലേക്ക് ഞാൻ മടങ്ങും. ഞാൻ തൗബ ചെയ്യും, പിന്നെയും ഞാൻ ആ ദോഷത്തിലേക്ക് തന്നെ മടങ്ങും. അപ്പൊ എന്താ ചെയ്യാ? ഖാല, അപ്പൊ തങ്ങൾ പറഞ്ഞു: ഫകുല്ലമാ അദ്നബ്ത ഫതുബ്, അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ ദോഷം ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾ തൗബ ചെയ്യണം. എപ്പോഴൊക്കെ നിങ്ങൾ ദോഷം ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾ തൗബ ചെയ്യണം. ഖാല, യാ റസൂലല്ലാഹ് ഇദൻ തക്സുറു ദുനൂബി, അങ്ങനെ ആകുമ്പോൾ എൻ്റെ ദോഷങ്ങൾ ധാരാളം കൂടുമല്ലോ, വർദ്ധിക്കുമല്ലോ തങ്ങളെ. ഖാല, അപ്പൊ തങ്ങൾ പറഞ്ഞു: ഫഅഫുല്ലാഹി അക്സറു മിൻ ദുനൂബിക യാ ഹബീബ്, ഓ ഹബീബേ, ഹബീബുൽ ഹാരിസ്, നിങ്ങളുടെ ദോഷങ്ങളെക്കാളൊക്കെ വലുതാണ്, വിശാലമാണ്, അധികരിച്ചതാണ് അല്ലാഹുവിൻ്റെ അഫു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് ദോഷം സംഭവിച്ചു പോയാൽ തൗബ ചെയ്യാൻ നിങ്ങൾ ശങ്കിക്കാൻ പാടില്ല, മടിക്കാൻ പാടില്ല, തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അത് മസല അങ്ങനെയാണ്. ദോഷം ചെയ്താൽ, എത്ര ദോഷം ചെയ്താലും ആ ദോഷത്തിൽ നിന്നൊക്കെ തൗബ ചെയ്യാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് ഹദീസുകൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട്, വഹാദിഹിൽ അഹാദീസു ളാഹിറത്തുൻ ഫി ദലാലത്തി ലഹാ വഅന്നഹു ലൗ തക്കററ ദംബു 100 മറ ഔ 1000 മറ, 100 വട്ടം, അതല്ലെങ്കിൽ 1000 തവണ, അതല്ലെങ്കിൽ അതിലും അധികം തവണ ദോഷം സംഭവിച്ചു, ആവർത്തിച്ചു, ഓരോ തവണയും അവൻ തൗബ ചെയ്താൽ ഖുബിലത്തു തൗബത്തുഹു, അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. വസഖത്തതു ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ പൊഴിഞ്ഞു പോകും. വലൗ താബ അനിൽ ജമീഇ തൗബത്തൻ വാഹിദത്തൻ ബഅദ ജമീഇഹാ, എല്ലാ ദോഷങ്ങളും ചെയ്തു കഴിഞ്ഞ ശേഷം ഒറ്റ തൗബ ചെയ്താൽ ആ തൗബയും സ്വഹീഹാകും. അതിപ്പോ തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ലപ്പാ പറഞ്ഞത്. മനുഷ്യൻ അവൻ നന്നാകണം, നല്ല നടപ്പുണ്ടാകണമെന്ന ചിന്തയോടെ പോകുമ്പോൾ തന്നെ മനുഷ്യന് ചില ചാപ്പല്യങ്ങളും ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ദോഷങ്ങൾ വരും. ആ ദോഷം വന്നാൽ ഉടനടി തൗബ ചെയ്യണം. അപ്പൊ തൗബ ചെയ്യുമ്പോൾ പിന്നെ മനസ്സിൽ ചില മുഅ്മിനീങ്ങൾക്കൊരു വേദന ഉണ്ട്, ഇനിയിപ്പോ ഞാൻ ആ ദോഷത്തേക്ക് പോയാലോ. അങ്ങനെ വീണ്ടും പോയാൽ ഉടൻ തൗബ ചെയ്യുക. അപ്പൊ ഒരു ദോഷം 100, 1000 അതിലധികമോ തവണ ആവർത്തിച്ചു, ഓരോ തവണയും അതിൽ നിന്ന് തൗബ ചെയ്താലും ആ തൗബ സ്വഹീഹാണ്. അപ്പൊ തൗബ എന്നുള്ളത് വലിയ സംഗതിയാണ്. അതിൽ നിന്ന് ഒരിക്കലും ആശ മുറിയാനോ വിട്ടു നിൽക്കാനോ പാടില്ല. ദോഷം ചെയ്യാൻ പാടില്ല, എല്ലാ ദോഷങ്ങളെ തൊട്ട് മാറി നിൽക്കണം. ദോഷം ദുന്യവിയും ഉഖ്റവിയുമായിട്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന് ഇമാമിങ്ങൾ ഖുർആൻ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മുഖ്യ ഹേതുകം തന്നെ, ഒരു പ്രധാന കാരണം തന്നെ ദോഷമെന്നാ പറയാ. പക്ഷെ അങ്ങനെ ദോഷം ചെയ്താലും മുഅ്മിനായ മനുഷ്യനുള്ള ഓപ്ഷൻ എന്താണ്? അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ. അത് എത്ര ദോഷം ആവർത്തിച്ചാലും തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനിയിപ്പോ കുറെ ദോഷം ചെയ്യുന്ന ഒരാൾ ഒരു ദോഷത്തിൽ നിന്ന് തൗബ ചെയ്തു, അതിൽ നിന്നുള്ള തൗബ സ്വഹീഹാകും, മറ്റേ ദോഷങ്ങൾക്കുള്ള കുറ്റം വേറെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷമുക്ത ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വന്നുപോയ ദോഷങ്ങളിൽ നിന്ന് നിഷ്കളങ്കമായ തൗബ ചെയ്തതൊക്കെ പൊറുപ്പിച്ച് അവനിലേക്ക് ആത്മാർത്ഥമായി എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.